നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വേലുപാടത്ത് കടുവയെ കണ്ടു, ആശങ്കയൊഴിയാതെ നാട്ടുകാർ. അതിരപ്പിള്ളിയിൽ രണ്ടിടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വരന്തരപ്പിള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KSEB പരിയാരം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പുതുക്കാട് വടക്കേത്തൊരവ് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. മഹിളാ കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി താലൂക്ക് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. മേള കലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭ കൊടകര സജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 19-ാം തീയതി. നമുക്കൊരു ട്രിപ്പ് പോകാം. ബഹുമാനപ്പെട്ട പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശദമായ വാർത്തയിലേക്ക്. വേലുപാടത്ത് കടുവയെ കണ്ടു, ആശങ്കയൊഴിയാതെ നാട്ടുകാർ. വേലുപാടം മുള ഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് കടുവ റോഡിലേക്ക് ചാടി തൊട്ടടുത്തുള്ള കശുമാവിൻ തോട്ടത്തിലേക്ക് പോയത് ബൈക്ക് യാത്രക്കാരൻ കണ്ടുവെന്നാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് വേലുപ്പാടത്തേക്ക് പോകുന്ന വഴിയിലാണ്. വൈകിട്ട് ഏകദേശം ഒരു 6:30 സമയം. ആ സമയത്ത് ഞാൻ ബുള്ളറ്റിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ഫ്രണ്ടിലൊരു ബൈക്ക് പാസ് ചെയ്ത് കടന്നുപോയി. അതിന്റെ പുറകിലായിട്ട് ഇവിടുന്ന് ഈ ചാടുകയാണ് ഉണ്ടായത്. അത് ഹൈറ്റിൽ വന്ന് ചാടി, ഇവിടുന്ന് ചാടി അങ്ങനെ നേരെ കശുവപ്പിലേക്ക് ചാടി ഓടുകയാണ് ഉണ്ടായിരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് ആ സ്പീഡിലായിരുന്നു. അതുകൊണ്ട് വരെയാണ് നമുക്കത് പെട്ടെന്ന് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കടുകാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഹെഡ്ലൈറ്റിലെ വെളിച്ചത്തിലാണ് നമ്മളത് കണ്ടിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇതേ തുടർന്ന് പാലപ്പിള്ളി വനപാലകരുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പരിശോധന നടത്തി. മുള ഗവേഷണ കേന്ദ്രത്തിന്റെ പറമ്പിൽ നിന്ന് വ്യക്തമല്ലാത്ത കാൽപ്പാടും കമ്പിവേലിയിൽ നിന്ന് രോമവും കണ്ടെത്തി. എന്നാൽ ഇവ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വേലുപാടത്തെ സ്കൂൾ, ആശുപത്രി, തീർത്ഥാടന കേന്ദ്രം എന്നിവയ്ക്ക് സമീപത്തായി 100 മീറ്റർ മാറിയാണ് റോഡിൽ കടുവയെ കണ്ടതായി പറയുന്നത്. നമ്മൾ നിൽക്കുന്ന പ്രദേശം ഇന്നലെ വൈകിട്ട് ഒരു 6:30 ആ KFRIന്ന് കടുവ എന്ന് തോന്നിക്കുന്ന കടുവ എന്നാണ് പറഞ്ഞത്. കണ്ട ആള് ഈ കാട്ടിലേക്ക് ഓടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഈ റോട്ടിൽ നിന്ന് ഈ കശുമാങ്കാട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ഫോറസ്റ്റുകാർ അപ്പൊ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്നലെ ഈ പുലി ഈ സാധനം ചാടി എന്ന് പറഞ്ഞ സമയത്ത് സ്കൂൾ കുട്ടികള് ട്യൂഷൻ കഴിഞ്ഞ് നടന്നു പോണ സമയമായിരുന്നു. അതുപോലെ തന്നെ ബൈക്കുകാര് ഒരു ആക്ടിവ പോയി അതിന്റെ തൊട്ടു പിന്നില് ആക്ടിവ ജസ്റ്റ് കടന്നു പോയ അപ്പോഴാണ് ഈ പുലി ചാടിയത്. അതിന്റെ തൊട്ടു പിന്നില് 2 ബൈക്ക് യാത്രികർ വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഇത് ശരിക്കും കണ്ടത്. അവര് പറഞ്ഞത് പുലിയല്ല, ഇത് കടുവയാണ്, വലിയ സാധനമാണ്, വരയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും അപ്പൊ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചറിയിച്ചു. അവരപ്പൊ തന്നെ വന്നു, ഈ കണ്ട പയ്യനെയും കൊണ്ടുവന്നു. അപ്പൊ ഇന്ന് രാത്രി അപ്പോഴേക്കും പിന്നെ ഇരുട്ടായി, 6:30-7 മണി സമയമായിരുന്നു. ഇന്ന് രാവിലെ വന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഇവിടെയൊക്കെ സ്ഥലം പരിശോധിച്ചെന്ന് പുലിയുടെ അല്ലെങ്കിൽ കടുവയുടെ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഇത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരത്, അങ്ങനെയാണ് ചെറിയൊരു സൂചന തന്നിട്ടുള്ളത്. ഇത്രയേറെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് കടുവ ഇറങ്ങാൻ സാധ്യത കുറവാണെന്നാണ് വനപാലകരുടെ പ്രാഥമിക നിഗമനം. 5 അടിയോളം ഉയരമുള്ള മുള ഗവേഷണ കേന്ദ്രത്തിന്റെ ഇരുമ്പുവേലി ചാടിക്കടന്ന് കടുവ പോയതെന്നാണ് പറയുന്നത്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കുമെന്നും ആവശ്യമെങ്കിൽ ക്യാമറ സ്ഥാപിക്കുമെന്നും പാലപ്പിള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രതീഷ് പറഞ്ഞു. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മലയോര കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാലപ്പിള്ളി റേഞ്ച് ഓഫീസർക്ക് നിവേദനം നൽകി.
പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മലയോര കർഷക സംരക്ഷണ സമിതി നിർദ്ദേശം നൽകി. അതിരപ്പിള്ളിയിൽ രണ്ടിടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വെറ്റിലപ്പാറ 15-ലും 14-ലും ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലെത്തിയ കാട്ടാന സ്റ്റേഷൻ വളപ്പിലെ തെങ്ങിലെ പട്ടയും കരിക്കും ഭക്ഷിച്ച് മടങ്ങി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. ജനവാസ മേഖലകളായ വെറ്റിലപ്പാറ 14-ലും 15-ലും ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇറങ്ങിയ കാട്ടാനകളാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. വെറ്റിലപ്പാറ സ്വദേശികളായ മാനാടൻ വർഗീസ്, കൈതവളപ്പിൽ ശശി എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ കൃഷിനാശം ഉണ്ടാക്കിയത്. തെങ്ങും കവുങ്ങും വാഴയും ഉൾപ്പെടെയുള്ള വിളകൾ നശിപ്പിച്ചു. കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കർഷകന് നേരെ കാട്ടാന ആക്രമണം അഴിച്ചുവിടാനും ശ്രമിച്ചു. ഓടി മാറിയതിനാലാണ് അപകടം ഒഴിവായതെന്ന് കർഷകൻ പറയുന്നു. കൃഷി നശിപ്പിച്ച ശേഷം കാട്ടാനകൾ സമീപത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ ഏറെ നേരം നിലയുറപ്പിച്ചു. ആനയെ തുരത്താൻ ശ്രമിച്ച പ്ലാന്റേഷൻ ജീവനക്കാർക്ക് നേരെയും ആന തിരിഞ്ഞു. തോട്ടം തൊഴിലാളികളുടെ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 8:30യോടെയാണ് കാട്ടാനകളെ കാടുകയറ്റാനായത്. അതേസമയം അതിരപ്പിള്ളി പോലീസ് സ്റ്റേഷനിലും കാട്ടാന എത്തി. ഇന്ന് രാവിലെ 7:30യോടെയാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന ഒറ്റയാൻ സ്റ്റേഷൻ കോമ്പൗണ്ടിന് അകത്തേക്കെത്തിയത്. സ്റ്റേഷൻ വളപ്പിൽ നിലയുറപ്പിച്ച ആന അവിടെയുണ്ടായിരുന്ന തെങ്ങിൽ നിന്ന് പട്ടയും കരിക്കും ഭക്ഷിച്ചു. ഒടുവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കിയാണ് ആനയെ തുരത്തിയത്. അതിരപ്പിള്ളി വനമേഖലയിൽ നിന്നും ചാലക്കുടി പുഴ കടന്ന് ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന ആനക്കൂട്ടത്തെ തടയാൻ വനാതിർത്തിയിൽ വൈദ്യുത വേലി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കല്ലേലി സജീവന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. വാഴകളും കവുങ്ങുകളും നശിപ്പിച്ച ആനക്കൂട്ടം പുലർച്ചെയാണ് പോയതെന്ന് പറയുന്നു. പ്രദേശത്ത് മാസങ്ങളായി ആനശല്യം രൂക്ഷമാണ്. പുഴ കടന്നെത്തുന്ന ആനകൾ ജനവാസ മേഖലയിലെ പറമ്പുകളിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. ആനക്കൂട്ടം പറമ്പുകളിൽ എത്തുന്നത് വീട്ടുകാർ അറിയുന്നുണ്ടെങ്കിലും ആക്രമണ ഭീതിയിൽ ആരും പുറത്തിറങ്ങാറില്ല. പുഴയുടെ ഓരത്തുള്ള പറമ്പുകളിൽ കൃഷി നശിച്ചതോടെ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. ആനശല്യം രൂക്ഷമായിട്ടും കർഷകർക്കുണ്ടായ നഷ്ടം നികത്താനോ കാട്ടാനകളെ കാട് കയറ്റാനോ വനപാലകർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച ജനദ്രോഹ സർക്കാരിനെതിരെ പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KSEB പരിയാരം ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീ MT ഡേവിസ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ശ്രീ A പ്രസാദ് സമാപന യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായ ജെയിംസ് പോൾ കല്ലേലി, PK ബാസി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ VC ബെന്നി മാസ്റ്റർ, MO ജോൺസൺ, രാജേഷ് മേനോത്ത്, MK ജയചന്ദ്രൻ, മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KT വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ പ്രിൻസ് മുണ്ടൻമാണി, CV ആന്റണി, NC തോമസ്, VB ജോർജ്, റാഫി മാസ്റ്റർ കല്ലുപാലം, ജോസ് പാറയ്ക്ക, ദിലീപ് ദിവാകരൻ, ML തോമസ്, സുനിൽ K മേനോൻ, ജുവിൻ കല്ലേലി, VC ഹരിഹരൻ, ശ്രീമതി ഷാന്റി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ PP പോളി, CO ദേവസിക്കുട്ടി, TL ജോർജ് മാസ്റ്റർ, KD വർഗീസ്, ശ്രീമതി ജാൻസി ജോസ്, ശ്രീമതി മേരി ജോയ്, ലിൻസൺ നടവരമ്പൻ, ഡാർലി പോൾസൺ, സ്വപ്ന ഡേവിസ്, ഷിജി വർഗീസ്, ഡെന്നി ആന്റണി എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. പുതുക്കാട് വടക്കേത്തുറവ് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കാവടി പൂജ നടന്നു. തുടർന്ന് അഭിഷേകത്തിന് ശേഷം ക്ഷേത്ര സന്നിധിയിൽ വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ നടത്തിയ കാവടിയാട്ടം വർണ്ണാഭമായി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. രാത്രിയിൽ കാവടിയാട്ടത്തിന് ശേഷം കൊടിയിറക്കൽ ചടങ്ങുകളോടെ പൂയ മഹോത്സവം സമാപിക്കും. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മഹിളാ കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി.
മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റീന ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജയശ്രീ സോമൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൈസ ലിജോ, ജോളി, സുദിനി രാജീവൻ, ലിസി ജോൺസൺ എന്നിവർ സംസാരിച്ചു. പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കറണ്ട് ബില്ല് മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാന ഗവൺമെന്റ് വൈദ്യുതി ചാർജ് യൂണിറ്റിന് 17 പൈസ നിരക്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവായി. അന്ന് തൊട്ട് ഇന്ന് വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി താലൂക്ക് വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പും നടത്തി. പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് CV ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ് SSLC+2 വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി. അർജുനൻ PK, BR സാദിഖ്, ഷാജു മേച്ചേരി, ലാൽസൺ മാത്യു, CS സുരേഷ്, ജോയ് മൂത്തേടൻ, സുനീഷ്, ജോയ് മഞ്ഞളി, പ്രശാന്ത് മേനോൻ എന്നിവർ സംസാരിച്ചു. മേള കലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭ കൊടകര സജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത് അധ്യക്ഷത വഹിച്ചു. പൂനിലാർക്കാവ് ദേവസ്വം ഭരണസമിതി അംഗവും റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറുമായ VS വത്സകുമാർ സജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ ദീപം തെളിയിച്ചു. സെക്രട്ടറി കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് കോളായിൽ വേണുഗോപാൽ, ജോയിന്റ് സെക്രട്ടറി വിജിൽ R മേനോൻ, ട്രഷറർ അരുൺ പാലാടി, PD അനൂപ്, സുരേഷ് ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 19-ാം തീയതി ഉച്ചതിരിഞ്ഞ് 3:30 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതിയ കേന്ദ്രം പോട്ടയിൽ ഉദ്ഘാടനം നടത്തുന്നതാണ്. MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. ബെന്നി ബെഹനാൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. നഗരസഭാ ചെയർമാൻ എബി ജോർജ് സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ബാങ്ക് പ്രസിഡന്റ് VL ജോൺസന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് 2 കോടി രൂപ ചെലവിൽ പുതിയ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ചാലക്കുടിയിലെ വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരും സംബന്ധിക്കുന്നതാണ്. കേരള ബാങ്കിന്റെയും നബാർഡിന്റെയും സാമ്പത്തിക സഹകരണത്തോടെയാണ് പുതിയ പ്ലാന്റ് ആരംഭിച്ചിരിക്കുന്നത്. കേരള ബാങ്ക് റീജിയണൽ മാനേജർ ഡോക്ടർ N അനിൽകുമാർ ചടങ്ങിൽ വെച്ച് പ്രൊഡക്റ്റ് ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് VL ജോൺസൺ, വൈസ് പ്രസിഡന്റ് ദിലീപ് പേരാമ്പ്രത്ത്, സെക്രട്ടറി KP സാബിൻ, ആന്റോ മേലേപ്പുറം, റിൻഡോസ് കണ്ണമ്പുഴ, അബ്ദുൾ മജീദ്, BA ഷനിൽ, കൂത്തോട്ടുങ്ങക്കാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ പദ്ധതിയായ ജീവനത്തിന്റെ 5ാമത്തെ ഉല്ലാസയാത്ര ഇന്നാ നമുക്കൊരു ട്രിപ്പ് പോകാം ബഹുമാനപ്പെട്ട പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. കൊച്ചി മെട്രോ, തൃപ്പൂണിത്തുറ ഹിൽ പാലസ്, മെറൈൻ ഡ്രൈവ് ബോട്ട് യാത്ര എന്നിവ നടത്തിയാണ് 51 പേരടങ്ങിയ സംഘം മടങ്ങിയത്. പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ടിയാണ് ഇത്തവണ യാത്ര പോയത്. ചിറ്റിശ്ശേരി അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ലക്ഷദീപം സമർപ്പണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന് മുന്നോടിയായാണ് ലക്ഷം ദീപം സമർപ്പണം നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എളങ്ങല്ലൂർ കൃഷ്ണദാസ് തിരുമേനി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും. ദീപം സമർപ്പണത്തിന് ശേഷം ശാസ്താംപാട്ട് നടക്കും. 50 ലക്ഷം ചെലവ് പ്രതീക്ഷിക്കുന്ന ശ്രീകോവിൽ നവീകരണം ജനുവരിയിൽ ആരംഭിക്കും. ക്ഷേത്രം ഭാരവാഹികളായ മിഥുൻ പൂക്കോടൻ, അഖിൽ വടാക്കര, രശ്മി സുധീർ, ശ്രീദേവി സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാവും കോലടി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന KJ ചാണ്ടിയുടെ 6ാം ചരമവാർഷികം കോലടി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. സന്തോഷ് കോലടി അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി NR സതീശൻ, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, KA ഗോവിന്ദൻ, PS വേണുഗോപാൽ, MR രവീന്ദ്രൻ, KN നാരായണൻ, ജിസോ ലോനപ്പൻ, PD ആന്റോ, TS രാഘവൻ, സുരേഷ് MS,
PA ലോനപ്പൻ, MR ശാന്ത, MV ഭരതൻ, CA ശങ്കരൻകുട്ടി, ജയകൃഷ്ണൻ കോലടി, പ്രവീൺ രാമചന്ദ്രൻ, ജിത്തു കുറ്റൂർ എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ചൂട്ടുകൊളുത്തിക്കൊണ്ട് KSEB പറപ്പൂക്കര സെക്ഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് G. സ്നെല്ലായി അധ്യക്ഷത വഹിച്ചു. സമരം പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നേതാക്കളായ M. ശ്രീകുമാർ, TD വാസുദേവൻ, യോഹന്നാൻ മാസ്റ്റർ, രാജൻ KN, സത്യൻ പാട്ടത്തിൽ, വിജയരാഘവൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ സിൻഡോ പയ്യപ്പിള്ളി, ജ്യോതിസ് പ്രതാപ്, അജിമോൾ, സിനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 15 രൂപ കുറഞ്ഞു. ഗ്രാമിന് 7135 രൂപ, പവന് 57,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വേലുപാടത്ത് കടുവയെ കണ്ടു. ആശങ്കയൊഴിയാതെ നാട്ടുകാർ. അതിരപ്പിള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാന ഇറങ്ങി. വരന്തരപ്പിള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി KSEB പരിയാരം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പുതുക്കാട് വടക്കേത്തൊറവ് സ്വാമിയാർകുന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പൂയ മഹോത്സവം ആഘോഷിച്ചു. മഹിളാ കോൺഗ്രസ് അളഗപ്പ നഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അളഗപ്പ നഗർ KSEB ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ചാലക്കുടി താലൂക്ക് വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടത്തി. മേള കലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദ്യപ്രതിഭ കൊടകര സജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭമായ ജാതിക്ക സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം 19-ാം തീയതി. നമുക്കൊരു ട്രിപ്പ് പോകാം. ബഹുമാനപ്പെട്ട പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.